ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റെൻഡർ സെറ്റിങ്സിനെ കുറിച്ചാണ്. സോ നമ്മൾ ഓൾറെഡി ഒരു ബേസിക് ആയിട്ട് എങ്ങനെ റെൻഡർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഓൾറെഡി ഇതിൻ്റെ ഫുള്ളി എങ്ങനെയാണ് ബേസിക് ആയിട്ട് റെൻഡർ ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് ഓരോ സെറ്റിങ്സിനെ കുറിച്ചും, അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസിക് ആയിട്ട് റെൻഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി അല്ലാത്ത സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് പഠിക്കുന്ന പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് മാത്രം റെൻഡർ ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് ചില സിറ്റുവേഷനിൽ പല രീതിയിലും റെൻഡർ ചെയ്തെടുക്കേണ്ടത് ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് സെറ്റിങ്സിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പ് വിൻഡോ ഓപ്പൺ ആയി വരും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിൻഡോ കാണുന്നുണ്ടാവും. റെൻഡർ സെറ്റിങ്സ് ആണ് മേലെ ഒരു ടൈറ്റിലായിട്ട് വരുന്നത്. സോ ഇവിടെ ഉള്ള ആ ടൈറ്റിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ കുറേ ഓപ്ഷൻസ് ആക്ച്വലി ഇവിടെ വരുന്നുണ്ട്. സോ നമ്മൾ ഈ സെക്ഷനിൽ പറയുമ്പോൾ കോമ്പോസിഷൻ മെയിൻ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റെൻഡർ ഫൂട്ടേജിൻ്റെ ഈ കോമ്പോസിഷൻ്റെ നെയിമാണ് ഇവിടെ വന്നുള്ളത്. കോമ്പോസിഷൻ എന്നാണ് ഈ ടൈറ്റിലിൻ്റെ പേര്. റെൻഡർ സെറ്റിങ്സിലെ കോമ്പോസിഷൻ എന്നുള്ള ഈ സെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ടൈം സാമ്പിളിംഗ് പറഞ്ഞിട്ട് വേറെ സെക്ഷൻ വരുന്നുണ്ട്, ഫ്രെയിം റേറ്റ്. ഓക്കെ, അങ്ങനെ അത് ടൈം സാമ്പിളിൻ്റെ ഉള്ളിൽ വരുന്ന സെക്ഷനാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പറയുന്നത് ഈ സെക്ഷനെ കുറിച്ചാണ്. ഇതന്നെ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് കോമ്പോസിഷൻ സെക്ഷനിൽ ഫസ്റ്റത്തെ ഇവിടെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. കറണ്ട് സെറ്റിങ്സ്, ബെസ്റ്റ്, ഡ്രാഫ്റ്റ്, വയർ ഫ്രെയിം. സോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബെസ്റ്റ് സെറ്റിങ്സ് ഉണ്ട്. ബെസ്റ്റ് സെറ്റിങ്സ് പറയുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലായിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ആക്ച്വലി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ എഫക്ട്സുകളും അവർ എന്ത് ചെയ്യും, റെൻഡർ ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഇതിൽ മോഷൻ ബ്ലേഴ്സ് ഉണ്ടെങ്കിൽ മോഷൻ ബ്ലർ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവരെന്ത് ചെയ്യും, റെൻഡർ ചെയ്തെടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്ലയൻറ്റിന് ലാസ്റ്റ് ഫൈനലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റിയിലായിട്ടാണ് നമ്മൾ റെൻഡർ ചെയ്തെടുക്കേണ്ടത്. പിന്നെ വരുന്ന സെക്ഷനാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ റെൻഡറിങ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ബെസ്റ്റിനെ അപേക്ഷിച്ച് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റെൻഡർ ചെയ്യും. ബട്ട് അത് ലോ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. സ്കിപ്പ് ചെയ്യും. അതായത് കുറച്ച് എഫക്ട്സുകളൊക്കെ അവരെന്ത് ചെയ്യും, അവർ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, റെൻഡർ ചെയ്യുക. പിന്നെ അത്ര സ്മൂത്ത് ഒന്നും ഉണ്ടാവില്ല. സ്മൂത്ത്നെസ് ഒക്കെ അവർ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, റെൻഡർ ചെയ്യുക. അതായത് മോഷൻ ബ്ലർ അങ്ങനത്തെ കാര്യം സ്മൂത്തായിട്ട് ചില ഫ്രെയിമുകളൊക്കെ മിസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, അവർ റെൻഡർ ചെയ്യുക. പക്ഷേ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവർ റെൻഡർ ചെയ്തെടുക്കും. അതെന്താ വെച്ചാൽ ജസ്റ്റ് ഒരു വിഷ്വൽ കിട്ടുക, നമ്മൾ ചെയ്ത വർക്കിൻ്റെ ജസ്റ്റ് ഒരു വിഷ്വൽ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഒരു ടെസ്റ്റ് റെൻഡറിങ് എന്നുള്ളൊരു പ്രോസസ്സാണ് ഇതിന്. ഡ്രാഫ്റ്റ് എന്നുള്ളത് കൊണ്ട് അവിടെ നെയിമിങ് തന്നെ നിങ്ങൾക്ക് ആ നെയിമിങ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുമല്ലോ നമ്മളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ വയർ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിൽ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഷേപ്സ് ആണെന്നുണ്ടെങ്കിൽ ഷേപ്സ് റെൻഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എഫക്ട്സോ കാര്യങ്ങളോ ഫില്ലോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടാവില്ല. ജസ്റ്റ് അതിൻ്റെ വയർ ഫ്രെയിം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അതിൻ്റെ സ്ട്രോക്ക് മാത്രമേ അതിൽ ഉണ്ടാവത്തുള്ളൂ. സോ ഇതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെ റെസൊല്യൂഷൻ എന്ന് പറയുന്ന സെക്ഷന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ റെസൊല്യൂഷന് നമുക്ക് ഏത് ക്വാളിറ്റിയിലാണോ വേണ്ടത്, ഫുൾ ക്വാളിറ്റിയിലാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഫുൾ ക്വാളിറ്റിയിൽ എടുക്കുന്നത്. ഏകദേശം ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫുൾ ക്വാളിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ ക്വാർട്ടർ ചൂസ് ചെയ്യുന്നത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് റെൻഡർ ചെയ്യും. ബട്ട് അത്ര ക്വാളിറ്റി ഉണ്ട്. നിങ്ങളതിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫൂട്ടേജിൻ്റെ ക്വാളിറ്റി പോലും അതിൽ കിട്ടത്തില്ല ഔട്ടിൽ. പക്ഷേ സൈസ് കുറവായിരിക്കും, റെൻഡറിങ് കൂടുതൽ ടൈം എടുക്കില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സൈസാണ്. നിങ്ങളുടെ സൈസ് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇവിടെ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സൈസ് ഏതാണോ സോ അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ചേഞ്ചസ് വരുത്താനൊന്നും പറ്റില്ല. ഡിസ്ക് ക്യാച്ചസ് എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിസ്ക് ക്യാച്ചസ് ആണ്. ഡിസ്ക് ക്യാച്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെമ്പററി ആയിട്ട് ഫയൽസിന് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യും. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെൻഡർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഫാസ്റ്റായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം സെറ്റിങ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ എന്ത് ചെയ്യും, രണ്ടാമത് ഒരു നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആഫ്റ്റർ എഫക്ട്സിൽ പ്ലേ ചെയ്യുമ്പോൾ ചെറിയ ലോഡിങ്, ഫസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ ചെറിയ ലോഡിങ് വരും. അതായത് മേൽഭാഗത്ത് ഒരു ഗ്രീൻ ലൈൻ വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ലോഡിങ് വരും. ദെൻ ഗ്രീൻ ലൈൻ ഫുള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും അല്ലേ. ഫസ്റ്റ് ഒക്കെ നമ്മൾ ഒരു ചെറിയൊരു നോർമൽ ഒരാൾ സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഒരു വോയിസ് ടോണൊക്കെ മാറിയ രീതിയിലായിരിക്കും അത് ഉണ്ടാവുക, ആ വോയിസ് അല്ലേ. സോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു രീതിയിലാണ്, നല്ല മോഷനിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. സോ ആ സിറ്റുവേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അത് നിങ്ങൾ പ്ലേ ചെയ്യാത്ത സിറ്റുവേഷനിൽ നമ്മൾ റെൻഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെൻഡറിങ് കുറച്ച് ടൈം എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാച്ചസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെൻഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈമിങ് കുറവായിരിക്കും ഉണ്ടാവുക. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാനുള്ള സെക്ഷൻസ് ആണ്. പല കാര്യങ്ങളും ഓഫ് ചെയ്യാനുള്ള ഒരു സെക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോക്സി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. പ്രോക്സി എന്താണെന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിൻ്റെ ഒരു സെറ്റിംഗ്സ് ആണ് ഇവിടെ വരുന്നത്, പ്രോക്സിൻ്റെ സെറ്റിംഗ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് എഫക്ട്സ്, നിങ്ങൾ കറൻ്റ്ലി എഫക്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഫക്ട്സ് ഇപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങൾ ഒരു ലെയറിലോട്ട് ഒരു 10 എഫക്ട്സുകൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 എഫക്ട്സ് ഇട്ടിട്ടുണ്ട്, അതിൽ ഒരു 3 എഫക്ട്സുകൾ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അതിൽ ബാക്കി വരുന്ന 7 എഫക്ട്സ് ആണ് അതിൽ വർക്കിംഗ് ആയിട്ടുള്ളത്. സോ ആ സിറ്റുവേഷൻ എന്താണോ അതാണ് ആ സിറ്റുവേഷനാണ് കറണ്ട് സെറ്റിംഗ്സ് എന്നുള്ള സിറ്റുവേഷൻ. അതെന്താണോ ഉള്ളത് ആ രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുക, റെൻഡർ ചെയ്യുക. ചില സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഇപ്പോൾ 10 എഫക്ട്സുകൾ ആ ലെയറിലോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇവിടെ ഓൾ ഓൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 എഫക്ട്സുകളും എന്ത് ചെയ്യും, ഓൺ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടാം. ഈ 10 എഫക്ട്സുകളും നിങ്ങൾക്ക് ഓൺ ആയിട്ട്, അതായത് നമ്മൾ സാധാരണ നമ്മൾ ജസ്റ്റ് അവിടെ പെർഫെക്റ്റ് ആക്കി വെച്ചിരുന്നത് 7 എഫക്ട്സുകൾ എനേബിൾ ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ 10 നമ്മളവിടെ ഇട്ടിട്ടുണ്ടാകും. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു പുതിയൊരു കോമ്പോസിഷൻ തുടങ്ങുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഷേപ്പ് ഇട്ടു. ഓക്കെ, ഇങ്ങനെ ഷേപ്പ് ഇട്ടു. സോ ഇതിലോട്ട് കുറച്ച് എഫക്ട്സുകൾ ആഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഞാൻ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോകുന്നു. സോ ഞാനിവിടെ ഏതെങ്കിലും ഒരു കീയിങ്ങിലുള്ള എഫക്ട്സുകൾ ഞാൻ കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഫക്ട്സ് ആൻഡ് കൺട്രോൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 എഫക്ട്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. സോ ഇവിടെ ഈ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ ഇപ്പോൾ 3 എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എഫക്ട്സ് ഓഫ് ചെയ്തു. സോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫയലിൽ പോയിട്ട് എക്സ്പോർട്ടിൽ റെൻഡർ ക്യൂ എന്ന് കൊടുത്തു. സോ ഇവിടെ 2 വന്നിട്ടുണ്ട്. സോ മറ്റേ പഴയതാണത് ആക്ച്വലി. ഓക്കെ, ഇത് ഇവിടെ എനേബിൾ ഇവിടെ ഇങ്ങോട്ട് കൊടുത്തു, ഞാൻ റെൻഡർ ക്യൂലോട് കൊടുത്തു. then ഞാൻ ബെസ്റ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കണ്ടോ, ഇവിടെ എഫക്ട്സിൽ കറണ്ട് സെറ്റിംഗ്സിൽ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, റെൻഡർ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ എഫക്ട്സുകൾ ഇപ്പം നിലവിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അവർ റെൻഡർ ചെയ്യുക. ഒരു എഫക്ട്സ് ഓഫ് ചെയ്തിട്ട് ബാക്കി 2 എഫക്ട്സ് എനേബിൾ ആയ സിറ്റുവേഷനിലായിരിക്കും അവർ റെൻഡർ ചെയ്യുക. സോ ഇവിടെ നിങ്ങളത് മാറ്റിയിട്ട് ഓൾ എഫക്ട്സ് ഓൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ റെൻഡർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിലവിൽ എത്രത്തോളം നമ്മുടെ കോമ്പോസിഷനിൽ എവിടെയൊക്കെ എന്തൊക്കെ എത്രത്തോളം എഫക്ട്സുകൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇട്ടിട്ടായിരിക്കും അവർ റെൻഡർ ചെയ്യുക. അത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കുക, എല്ലാതും എനേബിൾ ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, റെൻഡർ ചെയ്യുക. അതിലുള്ള എന്താണ് സെറ്റിംഗ്സ്, ആ കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് സെറ്റിംഗ്സ് ഉണ്ടായിരുന്നത് ആ സെറ്റിംഗ്സ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, റെൻഡർ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഓൾ എഫക്ട്സ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിലവിൽ എത്ര എഫക്ട്സുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ എല്ലാ എഫക്ട്സുകളും ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഞാനിവിടെ കറണ്ട് സെറ്റിംഗ്സ് ചൂസ് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സോളോ സ്വിച്ചസ് ആണ് വരുന്നത്. സോളോ സ്വിച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിൽ ഏതെങ്കിലും സോളോ സ്വിച്ചസ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സോളോ സ്വിച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. സോളോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്നുള്ള, സോളോ സ്വിച്ചസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എന്നാലും ഞാനൊന്ന് പറയാം, എന്താണെന്നല്ല അതിൻ്റെ യൂസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാൻ പറയാം. ഞാനിവിടെ 2, 3 ഫയൽസ് എടുക്കുന്നുണ്ട്. സോ ഇവിടെ 1 വെച്ചിട്ടുണ്ട്, ഇവിടെ 1 വെച്ചിട്ടുണ്ട്, അങ്ങനെ 1, 2, 3 വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫയലിൽ ഞാൻ സോളോ എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോളോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കി രണ്ടും അത് ഡിസേബിൾ ആയി കിടക്കണം. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ടിൽ പോയിട്ട് ഫയലിൽ പോയിട്ട് എക്സ്പോർട്ടിൽ ആഡ് ടു റെൻഡർ ക്യൂ കൊടുക്കുകയാണ്. പഴയത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ സോളോ സ്വിച്ചസ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ലെയർ മാത്രമായിരിക്കും നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടുക. ഓക്കെ, സോ ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഇൻ കേസ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ സോളോ സ്വിച്ചസ് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, കറണ്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ഓൾ ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ സോളോ സ്വിച്ചസ് എനേബിൾ ചെയ്തിട്ടുള്ള എല്ലാ ലെയേഴ്സും ഓഫ് ചെയ്തിട്ടായിരിക്കും റെൻഡർ ചെയ്യുക. ഇപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾ റെൻഡർ, ഇപ്പോൾ ഇവിടെ കറണ്ട് സെറ്റിംഗ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ സിറ്റുവേഷൻ നമ്മൾ റെൻഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ലെയർ മാത്രം, ഈ ഷേപ്പ് മാത്രമായിരിക്കും നമുക്ക് റെൻഡർ ആയി കിട്ടുക. സോ ഞാൻ കറണ്ട് സെറ്റിംഗ്സ് മാറ്റിയിട്ട് ഓൾ ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ലെയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, 3 ലെയേഴ്സ് കൊടുത്തില്ലായിരുന്നു. ഈ 3 ലെയേഴ്സും നമുക്കവിടെ കാണാൻ പറ്റും, റെൻഡർ ചെയ്തെടുക്കും അവർ, 3 ലെയേഴ്സും റെൻഡർ ചെയ്തെടുക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, സോളോ സ്വിച്ചസിൻ്റെ ഈ സെറ്റിംഗ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗൈഡ് ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. സോ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ സോളോ സ്വിച്ചസ് നിങ്ങൾക്ക് അറിയാം, എഫക്ട്സ് നിങ്ങൾക്ക് അറിയാം, പ്രോക്സി യൂസ് എന്താണെന്നുള്ളത് ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും. പ്രോക്സി എന്നുള്ളത് ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോർക്ക് ഫുട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ
ഒരു കൺവേർട്ട് ചെയ്യുക, ഒരു ഫുൾ എച്ച് ഡിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. 4K എന്ന് വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സിസ്റ്റങ്ങൾ, നല്ല സ്പെക്കുള്ള സിസ്റ്റങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ക്വാളിറ്റിയിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് പ്രോക്സി എന്ന് പറയുന്ന സിസ്റ്റം. സോ ഓക്കെ, അതുപോലത്തെ വേറൊരു സിസ്റ്റമാണ് ഗൈഡ് ലെയേഴ്സ് എന്ന് പറയുന്നത്. സോ അത് ആദ്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിവിടെ റെൻഡർ ക്യൂവിൽ ഇത് സംഭവമൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ കോമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോമ്പ് ഉണ്ടല്ലോ നമ്മൾ, സോ ഇവിടെ സോളോ എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ള കോമ്പ്. ഓക്കെ, സോ ഇവിടെ ഞാൻ 3 ഷേപ്സ് എടുത്തിട്ടുണ്ട്. സോ ഇതിലോട്ട് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഇപ്പോൾ ലുക്കിലേക്ക് ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇമേജ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൻ്റെ ഓവർലേ ആണ് ആക്ച്വലി. അതായത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലൈക്ക് ബട്ടൺസ്, അതുപോലെ തന്നെ അവരുടെ പ്രൊഫൈൽ ഏരിയാസ്, പ്രൊഫൈൽ നെയിമും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഏരിയാസ്. സോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോട്ടുള്ള ഒരു റീല് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ ഇവിടെ താഴെയൊന്നും കോണ്ടന്റ് വരാൻ പാടില്ല. സോ ഈ പോർഷനിലാണ് കോണ്ടന്റ് വരുന്നത്. സോ അതിന് ഒരു അവയർനെസ്, അതിനൊരു കരുതലായിട്ട് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സൈസ്, ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഞാനൊന്നൊരു 50% കൊടുക്കുകയാണ്. 50 കുറക്കുക, ഒരു 40 കൊടുക്കാം. ഓക്കെ, സോ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വർക്ക് ചെയ്യാണ്. ഞാനിത് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലൂടെ ഞാൻ ഇമേജസ് ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് റെൻഡർ ചെയ്തു. ജസ്റ്റ് ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് റെൻഡർ ചെയ്ത് കൊടുത്തു. എഡിറ്റ് റെൻഡർ ക്യൂന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് പാത്ത് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റെൻഡർ ചെയ്തു. സോ റെൻഡർ ചെയ്ത് ഞാൻ കുറേ ടൈം എടുത്തിട്ടാണ് റെൻഡർ ചെയ്ത്. കാരണം ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു വീഡിയോ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്, അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് റെൻഡർ ചെയ്ത് ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, ഞാൻ ഓർത്ത് പോയത്, അയ്യോ ഞാൻ റെഫറൻസ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ റെഫറൻസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഓവർലേ സംഭവം ഓഫ് ചെയ്യാൻ മറന്നുപോയി എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്ത് വെച്ചത് അല്ലേ. സോ അപ്പോൾ ആ സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ സാധ്യത ഉള്ളതാണ്. ചില ആൾക്കാർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നെങ്കിൽ വന്നവരും ആയിരിക്കും അല്ലേ. സോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈഡ് ലെയർ എന്ന് പറയുന്ന സംഭവം, ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ താൽക്കാലികമായിട്ട് റെഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രെയിം ആയിട്ട് അല്ലെങ്കിൽ ലോഗോ ആയിട്ട് ചില ഒരു കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ഇമേജിന് അവരുടെ ബ്രാൻഡിൻ്റെ ലോഗോയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. സോ ആ സിറ്റുവേഷൻ, അങ്ങനത്തെ ലെയേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈഡ് ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഗൈഡ് ലെയർ എന്നുള്ളൊരു സെക്ഷനിലോട്ട് പോകും. അതായത് ഇവിടെ ഒരു ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഐക്കൺ ഇവിടെ വരുന്നത് കാണാം. നിങ്ങളുടെ അങ്ങനെ കൺവേർട്ട് ചെയ്ത ലെയർ ആയിട്ടുള്ള ആ ലെയറിന് നിങ്ങൾക്ക് അങ്ങനെ ഐക്കൺ വരുന്നത് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഗൈഡ് ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ലെയർ ഇങ്ങനെ താൽക്കാലികമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ലെയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് കാണാം ഗൈഡ് ലെയർ എന്നുള്ള. സോ ഇത് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ഇവിടെ നിന്ന് ഇനി ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഗൈഡ് ലെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് എക്സ്പോർട്ടിൽ ആഡ് ടു റെൻഡർ ക്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സോ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് ആഡ് ടു റെൻഡർ ക്യൂ എന്ന് കൊടുത്താണ്. സോ ഇവിടെ ഇനി നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, ഈ ഓവർലായി കൊടുത്തിട്ടുള്ള, നിങ്ങൾ താൽക്കാലികമായി കൊടുത്തിട്ടുള്ള ലെയേഴ്സ് ഒരിക്കലും റെൻഡറായി വരത്തില്ല. അത് റെൻഡർ ഔട്ട്പുട്ടിൽ നിങ്ങൾ റെൻഡർ ചെയ്ത് വരുന്ന ഔട്ട്പുട്ടിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. ഓക്കെ, സോ അതിൻ്റെ ഒരു സെറ്റിങ്സ് ആണ് ഗൈഡ് ലെയർ ഓൾ ഓഫ് എന്നാണ് നിലവിലുണ്ടാവുക. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് സെറ്റിങ്സ് മാറ്റിയിട്ട് ഇങ്ങനെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഇൻബിൾട്ട് ആയിട്ട് ഓൾ ഓഫ് എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. സോ മീൻസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗൈഡ് ലെയർ ഓഫ് ചെയ്തിട്ട് റെൻഡർ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കറണ്ട് സെറ്റിങ്സ് മാറ്റാൻ പറ്റും. സോ അത് മാറ്റി കഴിഞ്ഞാൽ ഗൈഡ് ലെയർ ഓൺ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ അപ്പോൾ നിങ്ങൾ അത് റെൻഡർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഓവർലൈൻ കൂടി ഉണ്ടാവും. സോ ഇവിടെ ഇൻബിൾട്ട് ആയിട്ട് വരുന്ന സെറ്റിങ്സ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നെക്സ്റ്റ്, അപ്പോൾ ഗൈഡ് ലെയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് ഗൈഡ് ലെയർ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത് നിങ്ങൾക്ക്
ചില സമയത്ത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു മെത്തേഡാണ് ആക്ച്വലി ഗേറ്റ് ലെയർ എന്ന് പറയുന്നത്. ഇത് പല ആളുകളും മറന്നു പോകാറുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ റെഫറൻസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന എന്ത് ലെയറും ഇമ്പോർട്ട് ചെയ്ത ഉടനെ നേരെ എന്ത് ചെയ്യുക, ഗേറ്റ് ലെയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. അത് പിന്നെ റെൻഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യാൻ മറന്നു പോയി എന്നുള്ള സിറ്റുവേഷൻ വരില്ല. സോ അതൊന്ന് ഓർത്ത് വെക്കുക. സോ പല ആളുകൾക്കും, എനിക്കും പല സിറ്റുവേഷനിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാലും അത് റെൻഡറിങ്ങിൽ വരത്തില്ല. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മെത്തേഡ്, ആ പ്രോസസ്സ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കൺട്രോൾ എസ് അടിക്കുമല്ലോ, നമ്മൾ സേവ് ചെയ്യാൻ ഇടയ്ക്ക് ക്രാഷ് ആയി പോകുന്ന രീതിയിൽ കൺട്രോൾ എസ് അടിക്കുമല്ലോ. അതുപോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ റെഫറൻസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ലെയറിൻ്റെ നേരെ ഗേറ്റ് ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗേറ്റ് ലെയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ ആ പ്രോസസ്സ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കളർ ഡെപ്ത് എന്നുള്ളതാണ്. കളർ ഡെപ്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ കളേഴ്സാണ്. ഇതിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സിൻ്റെ എത്രത്തോളം, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സെക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ കുറേ കളേഴ്സിൻ്റെ ചാനൽസ് കാണാൻ പറ്റും. 8 ബിറ്റ് പെർ ചാനൽ, 16 ബിറ്റ് പെർ ചാനൽ, 32 ബിറ്റ് പെർ ചാനൽ ആണ് കുറേ സെക്ഷൻസ് കാണാൻ പറ്റും. സോ ഇതിപ്പോൾ 8 ബിറ്റ് ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാനൽ ചാനൽ നിങ്ങൾക്ക് 256 കളേഴ്സാണ്, കളറിൻ്റെ വേരിയേഷൻസ് ആണ് നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാവുക. അതേപോലെ തന്നെ 60 ബിറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6536 ഏകദേശം കളേഴ്സ് നിങ്ങൾക്ക് പെർ ചാനൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ 32 ബിറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 4.92 ബില്യൺ കളേഴ്സാണ് അതിൽ ഒരു ചാനലിൽ വരുന്നത്. സോ അതിൻ്റെ പേർപ്പസ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് 8 ബിറ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ വെബ്സൈറ്റിലോട്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 ബിറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 16 ബിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് VFX അങ്ങനത്തെ പ്രൊഫഷണൽ വീഡിയോസിന് വേണ്ടിയിട്ടാണ് 16 ബിറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ 32 ബിറ്റ് VFXലോട്ട് തന്നെയാണ്, ഹൈ എൻഡ് VFX സിനിമാറ്റിക് വീഡിയോസിനും കോമ്പോസിറ്റിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 32 ബിറ്റ് ചാനൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ അത് നിങ്ങൾക്ക് കറണ്ട് സെറ്റിംഗ്സ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ടൈം സാമ്പിളിംഗ് ആണ്. സോ അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ.